നമ്മുടെ വീടുകളിൽ ഈ മീറ്ററിന് താഴെ ഒരു ഫ്യൂസ് ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അതെന്തിനാണെന്നറിയാമോ? മിക്ക ആൾക്കാരുടെ ധാരണ അകത്തെന്തെങ്കിലും വർക്ക് നടക്കുമ്പോൾ ഊരി വെക്കാനുള്ള സാധനം, അല്ലെങ്കിൽ KSE ബിക്കാർക്ക് ഊരിക്കൊണ്ട് പോകാനുള്ള ഒരു സാധനം മാത്രമാണ് ഫ്യൂസ് എന്നാണ്. എന്നാൽ അതല്ല, അതിനെ കഴിഞ്ഞും വലിയൊരു ഉപകാരമുണ്ട്. അകത്തെന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിയുമ്പോൾ കത്തിപ്പോകുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ ഫ്യൂസ്. ഇത് നമ്മൾ പലരോടും പറയുമ്പം അവർ പറയും അകത്ത് DB ഉണ്ട്, MCB ഉണ്ട്, RCCB ഉണ്ട്, ഐസൊലേറ്റർ ഉണ്ട്, പിന്നെ ഈ ഫ്യൂസിന് എന്താണ് പ്രാധാന്യമെന്ന്. നമ്മുടെ വീട്ടിലെ MCB കംപ്ലൈൻ്റ് ആയെന്ന് വിചാരിക്കുക. അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിയുമ്പോൾ ഈ MCB ട്രിപ്പാകത്തില്ല. പിന്നെ അടുത്തിരിക്കുന്നത് RCCB ആണ്. RCCB ഷോർട്ട് സർക്യൂട്ടിൽ ഒരിക്കലും ട്രിപ്പാകത്തില്ല. പിന്നെ അടുത്ത ഐസൊലേറ്ററാണ്. ഐസൊലേറ്ററും ഷോർട്ട് സർക്യൂട്ടിൽ ഒരിക്കലും ട്രിപ്പാവില്ല. പിന്നെ പോകാനുള്ളത് ഈ ഫ്യൂസാണ്. ഈ ഫ്യൂസ് നമ്മൾ വലിയ കമ്പി ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഈ ഫ്യൂസ് ഒരിക്കലും ബേണായി പോകത്തില്ല. അപ്പോൾ എവിടെയാണോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് അവിടെ കത്തുന്നതിന് വളരെ ചാൻസ് കൂടുതലാണ്. മീറ്ററിൻ്റെ അകത്ത് ഇപ്പം ഫ്യൂസ് കഴിഞ്ഞിട്ട് ഐസൊലേറ്റർ വെക്കുന്നുണ്ട്. ഈ ഐസൊലേറ്റർ മാറ്റിയിട്ട് പറ്റുന്നത്രയും 2 MCB വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഫ്യൂസ് കെട്ടുമ്പോൾ നമ്മൾ വയറിങ് ഉപയോഗിക്കുന്ന വയറിൻ്റെ അകത്തെ ഒരു 2 കമ്പി എടുത്ത് ആ 2 കമ്പിയോട് മാത്രം കെട്ടിവെക്കുക. അതായിരിക്കും കൂടുതൽ സേഫ്. ഫ്യൂസ് കത്തിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടി കമ്പി കയറ്റി വെക്കരുത്. ചിലടത്ത് എല്ലാം വലിയ കോപ്പർ കമ്പി ഇട്ട് ഭയങ്കരമായിട്ട് ചുറ്റി വെച്ചിരിക്കുന്നതാണ്, ഒരിക്കലും പോകരുതെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഫ്യൂസ് തുടരെ പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ടെക്നീഷ്യനെ വിളിച്ച് അത് ക്ലിയർ ചെയ്യുക.